ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. കുറച്ചധികം ദിവസങ്ങളുടെ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ നമ്മളുടെ 60 ഡേയ്സ് കേരള സെറ്റ് എക്സാം ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത് കേട്ടോ. അപ്പം കുറച്ച് ദിവസമായിട്ട് സാറ്റർഡേ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഇപ്പോൾ തേഴ്സ്ഡേ ആയി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഐ വാസ് എ ബിറ്റ് ബിസി. ഞാൻ വർക്ക് ചെയ്യുന്നൊരു വിമനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ട് വരുമ്പോഴത്തേക്കും ടൈം കിട്ടാതെ പോകുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഇല്ലാതിരുന്നത് കേട്ടോ. അപ്പോൾ എനിവേ ഇന്ന് ഞാനൊരു കമൻറ്റ് കണ്ടു നമ്മളുടെ ചാനലിൽ, എന്താ ഇനി വീഡിയോ ഇടുന്നില്ലെന്ന്. അപ്പോൾ എനിക്ക് തോന്നി അയ്യോടാ, വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ ഇന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സമയമൊക്കെ ഉണ്ടാക്കി ഈ ഒരു വീഡിയോ ആയിട്ടൊക്കെ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു ഒരു യൂണിറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഒരു സെക്ഷനായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ഹോർമോൺസും ഹോർമോൺ റിലേറ്റഡ് ഡിസോർഡേഴ്സും നമ്മളിന്ന് പഠിക്കും. എൻറ്റയർ സിസ്റ്റം പഠിക്കാനുള്ള സമയം കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് പഠിക്കും, ബാക്കി അടുത്ത ദിവസങ്ങളായിട്ട് പഠിക്കും. ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഇത് മാത്രമല്ല, വേറെയും കുറച്ച് കാര്യങ്ങൾ ലൈക്ക് ഫീഡ്ബാക്ക് മെക്കാനിസം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വേറെയും ടോപ്പിക്സ് ഉണ്ട്. അത് റെസ്റ്റ് ഓഫ് ദി ടോപ്പിക്കിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പം എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് മെല്ലെ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സിമ്പിൾ കാര്യം പറയാം. നമ്മളുടെ ഹോർമോൺസ് നമ്മളുടെ ബോഡിയിൽ ഒരുപാട് കിലോ കണക്കിനൊന്നും ഉണ്ടാവുന്നില്ല. വെരി ലെസ് എമൗണ്ടിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. വെരി മൈന്യൂട്ട് എമൗണ്ട്, നെഗ്ലിജിബിൾ എമൗണ്ടിലേ ഉണ്ടാവും. അപ്പോൾ വളരെ ലെസ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കെമിക്കലിനെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് വിളിക്കുക. ഈ ഹോർമോൺസ് നമ്മളുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഓർഗൻസ് ഉണ്ട്. ആരൊക്കെയാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഓർഗൻസിനെയും നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ചുമ്മാ ഗ്ലാൻഡ്സ് എന്ന് പറയും. വി ബേസിക്കലി കോൾ ഇറ്റ് ആസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പോൾ ഇവർക്ക് സ്പെഷ്യലി ഹോർമോൺസ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ ഹോർമോണിന് ഇപ്പോൾ സപ്പോസ് ബ്രെയിനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണിന് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടതുണ്ടാവുക കയ്യിലോ കാലിലോ ആയിരിക്കും. അപ്പോൾ ഈ ഹോർമോൺ എങ്ങനെ ബ്രെയിനിൽ നിന്ന് കയ്യിലേക്കും കാലിലേക്കും എത്തും? അപ്പോൾ അതൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. ആ ഹോർമോൺസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക വെസലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ അടുത്ത് ഇല്ല. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് സ്വന്തമായിട്ടൊരു വെസലോ അല്ലെങ്കിൽ ഒരു ഡക്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്ന് വിളിക്കും. ഡക്റ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒഴുക്കി വിടുന്ന കുഴൽ എന്നുള്ളൊരു മീനിങ്. വെസൽ, ബ്ലഡ് ഒഴുകി പോകുന്ന വെസലിനെ നമ്മൾ ബ്ലഡ് വെസൽ എന്ന് പറയുന്ന പോലെ ഇവിടെ അങ്ങനെ ഒരു വെസലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇവരെന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. എത്ര എമൗണ്ടിലാണോ ഹോർമോൺ വേണ്ടത്, എപ്പോഴാണോ വേണ്ടത്, അപ്പോൾ മാത്രം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ദേ വിൽ ബി സെൻഡിങ് ഓൾ ദീസ് ത്രൂ ബ്ലഡ്. എല്ലാം ബ്ലഡിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ത്രൂ ബ്ലഡാണ് അത് ഈച്ച് ആൻഡ് എവറി ഓർഗനിലോട്ട് എത്തുക. ആർക്കാണോ ആവശ്യം ആ ഒരു ടാർജറ്റ് ഓർഗനിലോട്ട് അത് എത്തുന്നുണ്ടായിരിക്കും. സോ ബേസിക്കലി നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്നും കൂടെ പറഞ്ഞിട്ട് വിളിക്കും. കാരണം അവരുടെ കയ്യിൽ സ്പെഷ്യൽ ഒരു ഡക്റ്റ് ഇല്ലാത്തതുകൊണ്ടിട്ട്. ആൻഡ് നമ്മളുടെ ബോഡിയിൽ ഒത്തിരി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആ സിസ്റ്റത്തിനകത്തുള്ള കുറച്ച് ഗ്ലാൻഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെടും. നിങ്ങൾക്ക് കുറച്ചെണ്ണം അറിയാമായിരിക്കും. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, ദെൻ തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, പിന്നെ നമ്മുടെ പാൻക്രിയാസ്, അഡ്രനൽ, പിന്നെ പുരുഷന്മാരിലും സ്ത്രീകളിൽ വ്യത്യസ്തമായിട്ട് ടെസ്റ്റോസ്റ്റെറോൺ, ഓവറീസ്, അങ്ങനെ നോർമൽ ആയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഇവരല്ലാതെ പ്രത്യേക സാഹചര്യങ്ങളിൽ സ്പെസിഫിക് ആയിട്ട് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. ഇവർ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് എണ്ണത്തിനെയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാ എൻറ്റയർ സിസ്റ്റം ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഗ്ലാൻഡ്സിനെ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ച് നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ്. ഡയൻസെഫലൻ്റെ ഏറ്റവും എൻഡ് പോർഷനിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബേസൽ പോർഷനിലിരിക്കുന്ന പാർട്ടാണ് ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടതായിരിക്കുക. അപ്പോൾ അതിനെ സ്പെസിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് അത് വരും. അപ്പോൾ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ആൻഡ് ഇവരുടെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈപ്പോതലാമസിന് മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളായിട്ടൊന്നും യാതൊരുവിധ കണക്ഷൻസും ഇല്ല, ഡയറക്റ്റ് കണക്ഷൻസ് ഇല്ല. ഈ ഹൈപ്പോതലാമസിന് ആക്കിക്കൂടെ ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് ദാറ്റ് ഈസ് വിത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഏതൊരു ഹോർമോണും പോകുന്നത് നേരെ പിറ്റ്യൂട്ടറിയിലേക്കായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ത്രൂ പിറ്റ്യൂട്ടറി ദിസ് ഹൈപ്പോതലാമസ് ആൻഡ് ഇറ്റ്സ് ഹോർമോൺസ് ആർ റെഗുലേറ്റിംഗ് ദ എൻറ്റയർ ബോഡി. പിറ്റ്യൂട്ടറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിറ്റ്യൂട്ടറി കൂടെയാണ് ഈ ഹൈപ്പോതലാമസ് എല്ലാ ഓർഗൻസിനെയും അവിടെയുള്ള ഹോർമോൺസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൻ്റെ മെക്കാനിസം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്. ഇപ്പോൾ
മോദി ഗവൺമെൻറ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, നമുക്കൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, പിന്നെ നമ്മൾ ലൈക്ക് പീപ്പിൾ എന്ന് വെച്ചാൽ മനുഷ്യന്മാർ ഉണ്ട് അല്ലേ, നമ്മളുടെ എന്താ പറയുക വോട്ടേഴ്സ് എന്നുള്ള രീതിയിലുള്ള ആളുകളുണ്ട് അല്ലേ. ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് കേരളത്തിലെ ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. സെൻട്രൽ ഗവൺമെൻറ് നമ്മൾക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്തു തരുന്നത് ദാറ്റ് ഈസ് ത്രൂ ഗവൺമെൻറ് അല്ലെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ് അവർ എല്ലാ ലൈക്ക് സ്കീംസും കാര്യങ്ങളും ഒക്കെ സെൻഡ് ചെയ്യുന്നതും എല്ലാ ഫണ്ട്സും വരുന്നതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ദാറ്റ് ഈസ് കൺട്രോളിങ് ആൻഡ് ദാറ്റ് ഈസ് ഗിവിങ് എവറിഥിങ് ടു പീപ്പിൾ അല്ലെ, ജനങ്ങൾക്ക് അത് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്, അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ടൊരു റോളില്ല. സിമിലർലി ഹൈപ്പോതലാമസ് ആണ് ഇവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ്, പിറ്റ്യൂട്ടറി ആണ് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഹൈപ്പോതലാമസ് എന്ത് കൊടുത്താലും അത് പിറ്റ്യൂട്ടറിയിലേക്ക് ചൊല്ലുള്ളൂ, എന്നിട്ട് പിറ്റ്യൂട്ടറി ആണ് ബാക്കി എല്ലായിടത്തോട്ടും അത് സപ്ലൈ ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, ഇനി ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് 2 ടൈപ്പുള്ള ഹോർമോൺസ് ആണ്, റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു പിറ്റ്യൂട്ടറിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പിറ്റ്യൂട്ടറി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ് ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന റിലീസിങ് ഹോർമോൺസ് എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറിയിൽ റിലീസിങ് ഹോർമോൺസ് എത്തിയാൽ ഉടനെ തന്നെ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും, പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി എപ്പോഴാണോ പിറ്റ്യൂട്ടറി ഹോർമോൺസ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഹൈപ്പോതലാമസ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഉണ്ടാക്കും. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന എല്ലാ ഹോർമോൺസും നിർത്തിക്കളയും. അപ്പോൾ പിറ്റ്യൂട്ടറി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനും ഹോർമോൺസ് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന റിലീസിങ് അതുപോലെ തന്നെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ആണ് ആവശ്യമായിട്ട് വരിക. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈപ്പോതലാമസിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ പിറ്റ്യൂട്ടറിയിലോട്ടാണ് അത് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പിറ്റ്യൂട്ടറിയിൽ അത് വന്നിട്ട് നമ്മളുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഗൊണാഡോട്രോഫിൻസ് ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ GnRH എന്ന് പറഞ്ഞ ഹൈപ്പോതലാമസിൻ്റെ ഹോർമോൺ ഹെൽപ്പ് ചെയ്യും. ഇനി അതല്ല, ഇത് ലൈക്ക് റിലീസിങ് ഹോർമോണിൻ്റെ എക്സാമ്പിൾ ആണ്. GnRH വരുമ്പോൾ പിറ്റ്യൂട്ടറി ഗൊണാഡോട്രോഫിൻസിനെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റിലീസിങ് ഹോർമോൺസിൻ്റെ എക്സാമ്പിൾ. ഇനി ഇൻഹിബിറ്റിംഗ് ഹോർമോണിൻ്റെ എക്സാമ്പിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രോത്ത് ഹോർമോൺ എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യമില്ല, എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ബോഡിയിൽ അത് സ്റ്റോപ്പ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അത് ചുമ്മാ സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഹൈപ്പോതലാമസിന് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോൺ വന്നാലാണ് പിറ്റ്യൂട്ടറിക്ക് അതിൻ്റെ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിടികിട്ടിയോ? അപ്പോൾ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഇൻഹിബിറ്ററി ഹോർമോണാണ്, GnRH എന്ന് പറയുന്നത് ഒരു റിലീസിങ് ഹോർമോണാണ്. ഇത് രണ്ടും ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറിയിലോട്ട് വരുന്ന ഹോർമോൺസും കൂടെയാണ്. ക്ലിയർ ആണ്? യെസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹൈപ്പോതലാമസിൻ്റെ ഒരു ഐഡിയ. ഇനി പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി രണ്ടും നമ്മൾക്ക് ബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഗ്ലാൻഡ്സ് ആണ് കേട്ടോ, രണ്ടും. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മളുടെ ഹൈപ്പോതലാമസിൻ്റെ അടുത്തൊക്കെ ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നതായിരിക്കാം. പക്ഷേ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കവർ ചെയ്തിട്ട് ഒരു നമ്മൾക്കിപ്പോൾ തലയോടുണ്ടല്ലോ നമ്മുടെ ബ്രെയിനെ കവർ ചെയ്തിട്ട്, അപ്പോൾ അതൊരു ബോണി കേസാണ് അല്ലേ. നമ്മളുടെ ബ്രെയിൻ വളരെ ഡെലിക്കേറ്റ് ആയതുകൊണ്ട് അതിനെ കവർ ചെയ്തിട്ടുള്ളൊരു ബോണി കേസാണ് നമ്മളുടെ സ്കള്ള് അല്ലെങ്കിൽ തലയോട്. സിമിലർലി പിറ്റ്യൂട്ടറി ഭയങ്കര ഡെലിക്കേറ്റ് ആയതുകൊണ്ട് അതിനെ കവർ ചെയ്തിട്ടും ഇതുപോലൊരു ബോണി കേസ് കാണാൻ പറ്റും. അതിന് നമ്മൾ സെല്ല ചേർസിക്ക എന്ന് പറഞ്ഞിട്ട് വിളിക്കും കേട്ടോ. പിറ്റ്യൂട്ടറിനെ കവർ ചെയ്തിട്ട് വരുന്ന ബോണി കേസിനെ സെല്ല ചേർസിക്ക എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അതും ഹൈപ്പോതലാമസും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റോക്ക് വഴിയായിട്ട് ഒരു ചെറിയൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, അഡനോ ഹൈപ്പോഫൈസസും ന്യൂറോ ഹൈപ്പോഫൈസസും. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളത് ആൻറ്റീരിയർ ലോബ് പോസ്റ്റീരിയർ ലോബ് എന്നുള്ളതല്ലേ, അത് തന്നെ സെയിം സംഭവം. ഓക്കെ, ഈ അഡനോ ഹൈപ്പോഫൈസസിനകത്ത് 2 പാർട്സ് ഉണ്ട്, പാർസ് ഡിസ്റ്റാലസും പാർസ് ഇന്റർമീഡിയം. മറന്നു പോകാൻ പാടില്ല. അഡനോ ഹൈപ്പോഫൈസസിലെ 2 പാർട്സ്, പാർസ് ഡിസ്റ്റാലസ് അതുപോലെ തന്നെ പാർസ് ഇന്റർമീഡിയം. ഓക്കെ, ഈ പാർസ് ഡിസ്റ്റാലസിനെയാണ് നമ്മൾ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അവിടെ നിന്നുണ്ടാകുന്ന കുറച്ച് ഹോർമോൺസിൻ്റെ പേരാണ് മിസ് എഴുതി വെച്ചേക്കുന്നത്. ഇതിനെല്ലാത്തിനും ഷോർട്ട് ഫോം ഉണ്ട്, അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പാർസ് ഡിസ്റ്റാലസ് എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ് ഗ്രോത്ത് ഹോർമോൺ GH, പ്രൊലാക്റ്റിൻ PRL, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, അഡ്രെനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ ACTH, ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ LH, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH. ഇത്രയും നമ്മളുടെ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാർസ് ഡിസ്റ്റാലസിൽ നിന്ന് വരുന്നു. ഇനി പാർസ് ഇന്റർമീഡിയ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടും കൂടെ അഡനോ ഹൈപ്പോഫൈസസിനകത്തുണ്ട് അല്ലേ. അവർ മറ്റൊരു ഹോർമോൺ ഉണ്ടാക്കും, അതാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ MSH എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പിടികിട്ടിയോ? നമ്മളുടെ ബോഡിയിൽ മോസ്റ്റ്ലി പാർസ് ഡിസ്റ്റാലസും പാർസ് ഇന്റർമീഡിയം ഇങ്ങനെ മെർജ് ചെയ്തിട്ട് കണക്റ്റഡ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ പാർസ് ഡിസ്റ്റാലസിൽ നിന്ന് ഒരു 6 ഹോർമോൺസിന് അടുത്തും ഇനി
പാർസ് ഇന്റർമീഡിയ എന്നൊരു ഹോർമോണും. ഇങ്ങനെയാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി എത്രയേ ഉള്ളൂ അഡനോ ഹൈപ്പോഫൈസിസിനെ പറ്റി പറയാനായിട്ട്. ഇനി അടുത്തതാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പാർസ് നെർവോസ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അതാണ് നമ്മളുടെ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റീരിയർ ലോബിൽ നിന്ന് ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട 2 ഹോർമോൺസ് ആണ്, ഓക്സിറ്റോക്സിനും വാസോപ്രസ്സിനും. അപ്പം നമ്മളുടെ ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഹോർമോൺസ് സിന്തസൈസ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് ഈ ഓക്സിറ്റോക്സിനും വാസോപ്രസ്സിനും ഒക്കെ റിലീസ് ചെയ്യാനായിട്ട് പിറ്റ്യൂട്ടറിനെ കൊണ്ട് സാധിക്കത്തുള്ളൂ. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഇനി നമ്മൾ ഓരോ ഹോർമോൺസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനിയിപ്പോൾ എവിടെ നിന്നൊക്കെ ഏതൊക്കെ ഹോർമോൺസ് ആണെന്നുള്ളത് ഓൾറെഡി പഠിച്ചല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഇസ് അബൌട്ട് GH, ഗ്രോത്ത് ഹോർമോൺ. അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബോഡിയിൽ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്നത് ഈ GH എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ ആണ്. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ നമ്മൾ മുന്നേ വിളിച്ച സൊമാറ്റോസ്റ്റാറ്റിൻ. പക്ഷേ ഈ ഗ്രോത്ത് ഹോർമോണിന് മറ്റൊരു പേരുണ്ട്, സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോസ്റ്റാറ്റിൻ വേറെ, സൊമാറ്റോട്രോപ്പിൻ വേറെ. ഓക്കെ. എപ്പോഴെങ്കിലും നമ്മളുടെ ബോഡിയിൽ ഈ ഗ്രോത്ത് ഹോർമോൺ അനാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ അബ്നോർമൽ ആയിട്ടുള്ള വളർച്ചയുണ്ടാവും. കാലുകളെല്ലാം സാധാരണയിൽ അധികമായിട്ട് വളരും. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയാണ് ജൈജാന്റിസം എന്ന് പറയുന്നത്. നിങ്ങൾ ഒത്തിരി ഉയരം എല്ലാവർക്കും ഇതാണെന്നല്ല പറയുന്നത്. ചില ആളുകളെങ്കിലും കണ്ടിട്ടുണ്ടാവും ഒത്തിരി ഉയരമായിരിക്കും, അവരുടെ ലിംസിനൊക്കെ ഭയങ്കര, കാലുകൾക്കും കൈകൾക്കൊക്കെ ഒത്തിരി നീളമാണ്. അത് മാത്രമല്ല അവരുടെ ഫേസ് ഒരല്പം നീളം കൂടിയതൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ GH കൂടിയതുകൊണ്ടാകാം. ആൻഡ് ഈ ഒരു അസുഖത്തിന് നമ്മൾ, ഈ ഒരു അസുഖം എന്ന് പറയുന്നില്ല, ഈ ഒരു അവസ്ഥയെ നമ്മൾ ജൈജാന്റിസം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇനി അതല്ല, നമ്മളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും GH കുറഞ്ഞു പോയി, ആവശ്യത്തിന് വന്നില്ല, ആവശ്യത്തിന് ഉണ്ടായില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ശരീരം വളരാൻ അനുവദിക്കത്തില്ല. ആൻഡ് അങ്ങനെ വരുമ്പോൾ നമ്മൾ കുള്ളന്മാരൊക്കെ ആയിട്ട് മാറും. അതാണ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. നിങ്ങൾ പല ആക്ടേഴ്സിനെയും ഡ്വാർഫിസം ഉള്ളവരായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് GH കിട്ടാതെ വന്നിട്ട് നമ്മുടെ ബോഡി വളരാതെ വരുന്നതാണ്. ഇനി അത് മാത്രമല്ല, നമ്മളുടെ ബോഡിക്കകത്ത് ഈ GH കാണുന്നത് ഒരു പ്രത്യേക കാലയളവിൽ മാത്രമാണ്. നമ്മൾ വളരുന്ന കാലഘട്ടത്തിൽ, വളർച്ചാ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 10-22 വയസ്സ് വരെയാണ്. അതിനുശേഷം നമ്മളുടെ ശരീരത്തിൽ ഈ ഗ്രോത്ത് ഹോർമോണിന്റെ യാതൊരു ആവശ്യകതയില്ല. പക്ഷെ ചില ആളുകളിൽ അവരുടെ വളർച്ചാ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷവും ഈ ഗ്രോത്ത് ഹോർമോൺ പെട്ടെന്ന് അവിചാരിതമായിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ ബോഡിയുടെ ആ ഒരു പ്രൊപ്പോർഷനൊക്കെ നഷ്ടപ്പെട്ടു പോകും. അവരുടെ വിരലുകൾ മാത്രം നീണ്ടുവരുന്നു, താടിയല് മാത്രം നീണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ഡിസ്ഫിഗർമെന്റ് അവരിലുണ്ടാകും. അത് അവരുടെ വളർച്ചാ കാലഘട്ടത്തിന് ശേഷം ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് കൊണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നത് വളർച്ചാ കാലഘട്ടത്തിന് ശേഷം അവരുടെ ശരീരത്തിലെ ഗ്രോത്ത് ഹോർമോൺ എക്സ്ട്രാ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ പ്രൊപ്പോർഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകുന്ന അവസ്ഥേനെയാണ് നമ്മൾ അക്രോമെഗാളി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പിടികിട്ടിയോ? യെസ്. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥകളൊക്കെ ഈ ഒരു ഗ്രോത്ത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ നേരത്തെ പ്രമച്ചറായിട്ട് മരിച്ചു പോകാനും അതല്ലെങ്കിൽ വലിയ സീരിയസ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കും ജൈജാന്റിക് ആയിട്ടുള്ള ഒരാളുടെ, നമ്മുടെ ഇന്ത്യൻ അല്ലാതെ പുറത്തുള്ള ഒരാളുടെ ഇൻ്റർവ്യൂസൊക്കെ അയാൾക്ക് ഇരിക്കുന്നതിലും നടക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ടാണ്. ബേസിക്കലി അയാൾ ഇരിക്കുമ്പോഴത്തേക്കും ഇതെല്ലാത്തിനും നീളം കൂടുതലായതുകൊണ്ട് ഹീസ് ഫേസിങ് ട്രബിൾസ് എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പം ജൈജാന്റിസം, ഡ്വാർഫിസം, അക്രോമെഗാളി എല്ലാം ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ GH കഴിഞ്ഞു. സെക്കൻഡ് ഹോർമോൺ പ്രൊലാക്റ്റിൻ. നമ്മളുടെ ശരീരത്തിൽ പ്രഗ്നൻസി കാലഘട്ടത്തിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു മാമറി ഗ്ലാൻഡ്സ് ആക്ടിവേറ്റഡ് ആകും, ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് മാമറി ഗ്ലാൻഡ് വളരുന്നതിന് വേണ്ടിയിട്ടും മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ പാലുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഇനി അടുത്തത് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ ഒരു ഹോർമോൺ നേരെ വർക്ക് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡ്സ് നന്നായി പ്രവർത്തിക്കാനും ആക്ടിവേറ്റഡ് ആകാനും അതിൽ നിന്ന് തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ആക്റ്റീവായി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആര് വരണം? പിറ്റ്യൂട്ടറി എന്നല്ല TSH വരണം. ഓക്കെ. ഇനി ACTH, അഡ്രെനോ കോർട്ടിക്കോ ട്രോഫിക് ഹോർമോൺ. നമ്മളുടെ ശരീരത്തിൽ അഡ്രനൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാൻഡ് ഉണ്ട്. ആ അഡ്രനൽ ഗ്ലാൻഡ് ഇതുപോലെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കണം, അത് ആക്ടിവേറ്റഡ് ആകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ACTH പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കണം. ACTH ഉൽപ്പാദിപ്പിക്കപ്പെട്ടാലാണ് അഡ്രനൽ ഗ്ലാൻഡ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങുള്ളൂ. സ്പെഷ്യലി സ്പീക്കിംഗ് അഡ്രനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് ഭാഗത്ത് നിന്നിട്ടുള്ള ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് പോലെയുള്ള ഹോർമോൺസ്, സ്റ്റെറോയിഡ് ഹോർമോൺസ് ആണ് ഇവർ. അതുണ്ടാകണമെങ്കിൽ നിർബന്ധമായിട്ടും ACTH ഉണ്ടായേ പറ്റുള്ളൂ. ഇനി LH-ഉം FSH-ഉം. ഇത് രണ്ടും നമ്മളുടെ ശരീരത്തിൽ ഗോണാഡ്സ് അല്ലെങ്കിൽ സെക്സ് ഓർഗൻസും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ഹോർമോൺസ് ആണ്. ല്യൂട്ടനൈസിങ് ഹോർമോണും ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോണാഡ്സ് റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഗോണാഡോട്രോഫിൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പുരുഷന്മാരിലും സ്ത്രീകളിലും LH-നും FSH-നും ഉള്ള റോൾസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. പുരുഷന്മാരിൽ വരുമ്പോഴത്തേക്കും ഈ LH എന്ന് പറഞ്ഞാൽ പൊതുവെ ആൻഡ്രോജൻസ് അല്ലെങ്കിൽ ടെസ്റ്റസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് LH ഹെൽപ്പ് ചെയ്യുക.
FSH ആണ് എന്നുണ്ടെങ്കിൽ സ്പെർമാറ്റോജെനസിസ്, ദാറ്റ് മീൻസ് സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സ് അത് പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുരുഷന്മാരിൽ FSH ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ LH നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഓവ്യുലേഷനൊക്കെ നല്ലപടി നടക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ ഫോളിക്കിൾസ് ഒക്കെ നല്ലപോലെ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫോളിക്കിൾസ് വളർന്ന് ഗ്രാഫിയൻ ഫോളിക്കിൾ ആകാനും അത് റപ്ചർ ചെയ്ത് അതിൽ നിന്ന് ഓവം റിലീസ് ചെയ്യാനും ഓവുലേഷൻ സംഭവിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് LH ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. FSH നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോളിക്കിൾസ് നല്ലപോലെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്ത്രീകളിൽ LH FSHന്റെ വർക്കിംഗ് രണ്ടും ഏകദേശം ഒരേ കാര്യവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പുരുഷന്മാരിൽ ഒരെണ്ണം ഹോർമോൺസ് ഉണ്ടാക്കാൻ തന്നെ ഹെൽപ്പ് ചെയ്യുമ്പം മറ്റത് സ്പേം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് MSH എന്ന് പറയുന്ന ഹോർമോൺ, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ ഈ ഒരു ഹോർമോൺ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനകത്ത് കാണുന്ന ചില ഡിഫറെൻറ്റ് സെൽസിലാണ്. ആ സെല്ലിൻ്റെ പേരാണ് മെലാനോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് മെലാനോസൈറ്റ് എന്ന് വിളിക്കാൻ കാരണം ഇവരുടെ ഉള്ളിൽ മെലാനിൻ ഉണ്ട്. അപ്പോൾ ഇവരിൽ മെലാനിൻ ഉള്ളതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ സ്കിന്നിന് കളർ വരുന്നുണ്ടായിരിക്കുക. ഇവരിൽ നല്ലപോലെ മെലാനിൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഇരുണ്ട നിറമായിരിക്കും, അല്ല മെലാനിൻ കുറവാണെങ്കിൽ ലൈറ്റ് നിറമായിരിക്കും. അത്തരത്തിൽ പിടികിട്ടിയോ? ഇനി നെക്സ്റ്റ് വൺ ഓക്സിറ്റോക്സിൻ. ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രഗ്നൻസി എത്തുമ്പോഴത്തേക്കും ലേബർ പെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവിടെ മസിൽ കൺട്രാക്ഷൻ നടക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോൺട്രാക്ഷനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി ഓക്സിറ്റോക്സിൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് ആ ഒരു കോൺട്രാക്ഷൻ ഉണ്ടാക്കുന്നത് മിൽക്ക് ഇജക്ഷന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും ഓക്സിറ്റോക്സിൻ തന്നെയാണ് കേട്ടോ. അതൊരു ന്യൂറോ റിഫ്ലക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ഒന്നാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. വാസോപ്രസിനെ നമ്മൾ മറ്റൊരു പേരിലും കൂടെ വിളിക്കാറുണ്ട് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വെള്ളം പലപ്പോഴും നമ്മളുടെ ബോഡിയിൽ കിഡ്നിയിലോട്ട് വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ എത്താറുണ്ട്. പക്ഷെ ഈ വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വെള്ളത്തിനെ നമുക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല. നമ്മൾ അതിനെ റീഅബ്സോർബ് ചെയ്ത് തിരിച്ച് ബോഡിയിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ വെള്ളം എല്ലാം റിമൂവ് ചെയ്ത് യൂറിനിൽ കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യൂറിൻ ഭയങ്കര ഡൈല്യൂട്ടും ആകും. അതുമാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുടിച്ച് ഡെവലപ്പ് ചെയ്ത വെള്ളം എല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ഡീഹൈഡ്രേഷൻ പോലെയുള്ള അസുഖങ്ങളൊക്കെ അത് എത്തും. ആൻഡ് യൂറിനിൽ കൂടെ ഒരുപാട് വെള്ളം ലൂസ് ചെയ്ത് പോകുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഡയൂറസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പം നമ്മൾ വെള്ളം അബ്സോർബ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസോപ്രസൻ കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് വരും. കിഡ്നിയിലിരിക്കുന്ന വെള്ളത്തിനെ തിരിച്ച് ബോഡിയിൽ റീഅബ്സോർബ് ചെയ്യാനും യൂറിനിൽ കൂടെ അധികം വെള്ളം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ വാസോപ്രസൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയൂറസിസ് തടയുന്ന ഒരു ഹോർമോൺ ആയതുകൊണ്ടാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് അതിന് പേര് വന്നേക്കുന്നത്. ഈ ഒരു ADHന്റെ ആ ഒരു സിന്തസിസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കിഡ്നിക്ക് വെള്ളം എന്ത് ചെയ്യാൻ പറ്റില്ല, സേവ് ചെയ്യാൻ പറ്റില്ല, റീഅബ്സോർബ് ചെയ്യാൻ പറ്റില്ല. വെള്ളമെല്ലാം യൂറിനിൽ കൂടെ നഷ്ടപ്പെട്ടു പോകും, ഡൈല്യൂട്ടഡ് യൂറിൻ ആകും. അതുമാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഈ ഒരു അവസ്ഥേനെ ADHന്റെ റിലീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടിട്ടുണ്ടാവുന്ന ഒരു ഡയബറ്റിസ് കണ്ടീഷനാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. വെള്ളം അബ്സോർബ് ചെയ്യാതെ വന്നത് കൊണ്ടിട്ടുണ്ടായുള്ളൊരു പ്രശ്നം. പിടികിട്ടിയോ? യെസ്. നെക്സ്റ്റ് ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതും ബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഫോർ ബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പീനിയൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ആണ് മെലാറ്റോണിൻ. ഈ മെലാറ്റോണിനെ സംബന്ധിച്ചിടത്തോളം മെലാറ്റോണിൻ എന്ന് പറയുന്നത് നമ്മളുടെ 24 ഹവറിൻ്റെ ഒരു ഋതമൊക്കെ ഉണ്ടല്ലോ, നമ്മളെപ്പോൾ ഉറങ്ങണം, നമ്മളെപ്പോൾ എഴുന്നേക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പീനിയൽ ഗ്ലാൻഡ് ആണ്. അത് മാത്രമല്ല നമ്മളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ, മെറ്റബോളിസം, പിഗ്മെന്റേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ, ഇതിനെയെല്ലാം ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിന്നിന് കളർ തന്നിരുന്നത് മെലാനിൻ ആയിരുന്നു. ഇവിടെ ദിസ് ഇസ് മെലാറ്റോണിൻ. മാറിപ്പോകാൻ പാടില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 10 മണിക്ക് ഉറങ്ങുന്ന ഒരു മനുഷ്യനാണ്, കണ്ടിന്യൂസ് ആയിട്ട് 10 മണിക്ക് ഉറങ്ങുന്നവർ 10 മണിയാകുമ്പോൾ തന്നെ അവർക്ക് ഉറക്കത്തിൻ്റെ ആ ഒരു ചടവൊക്കെ വന്നു തുടങ്ങും അല്ലേ. ദാറ്റ് ഈസ് ബേസിക്കലി ബിക്കോസ് മെലാറ്റോണിൻ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി എന്നുള്ളത് കൊണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ മെലാറ്റോണിൻ നമ്മുടെ ശരീരത്തിൽ അല്പം കൂടുതലായിരിക്കും. നമ്മൾ ഉണരുന്ന സമയമാവില്ല, അപ്പോഴത്തേക്കും മെലാറ്റോണിൻ കുറയും. അങ്ങനെയാണ് നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഉണരുന്നത്. നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ വളരെ ഫ്രഷ് ആയിട്ട് ഉണരില്ലേ, ആരും വിളിക്കാതെ മെല്ലെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണരാറുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ മെലാനിൻ തീരെയില്ല, മെലാനിൻ ഒത്തിരി അങ്ങ് കുറഞ്ഞു പോയി. മെലാനിൻ ഉള്ളപ്പോൾ നമ്മൾ ഉറക്കച്ചടവുള്ളവരായിട്ട് മാറും. മെലാനിൻ കുറയുമ്പോൾ നമ്മളുടെ ഉറക്കം പോകും. അങ്ങനെയാണ്. പിടികിട്ടിയ. അപ്പോൾ ഈ ഒരു ഉറക്കുക എണീക്കുക എന്നുള്ളത് മാത്രമല്ല, ബോഡി ടെമ്പറേച്ചർ, മെറ്റബോളിസം, മെൻസ്ട്രൽ സൈക്കിൾ, അതിനകത്തൊക്കെ കൂടെ ഈ മെലാറ്റോണിന് കുറച്ച് റോൾ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി
നെക്സ്റ്റ് ഒരു ഗ്ലാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഇസ് തൈറോയ്ഡ് ഗ്ലാൻഡ്. നമ്മളിപ്പോൾ തൊണ്ടയിലെത്തി, ബ്രെയിൻ നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞു, ബ്രെയിനകത്തുള്ള ഗ്ലാൻഡ്സും ഹോർമോൺസും കഴിഞ്ഞു, നമ്മൾ തൊണ്ടയിലെത്തുകയാണ്. ദാറ്റ് ഇസ് തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തൊണ്ടയുടെ സെൻട്രിൽ കൂടെ പാസ് ചെയ്തു പോകുന്നൊരു കുഴൽ മാതിരത്തെ സാധനമാണ് ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പ്. ഇതിന് രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ്സിനെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. അപ്പോൾ രണ്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരൊറ്റ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ രണ്ട് ലോബ്സ് ആണുള്ളത്. രണ്ട് ലോബ്സ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്സ് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ലോബുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ ഇസ്തമസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ കാണുന്നത് സ്പെഷ്യലായിട്ട് കുറേ ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസും ഒക്കെയാണ് നമ്മൾക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഫോളിക്കുലർ സെൽസ് ഉണ്ടല്ലോ തൈറോയിഡിനകത്തുള്ളത്, അവരെ പ്രധാനമായിട്ടും രണ്ട് ഹോർമോൺസ് ആണ് ഉണ്ടാക്കുന്നത്. തൈറോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെട്രാ അയഡോ തൈറോയിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ, അതിൻ്റെ വേറൊരു പേരാണ് തൈറോക്സിൻ. അതിന് നമ്മൾ T4 എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇനി അതല്ലാതെ മറ്റൊരു ഹോർമോൺ ഉണ്ടാക്കുന്നതാണ് ട്രൈ അയഡോ തൈറോയിൻ. ടെട്രാ അയഡോ തൈറോയിനും ട്രൈ അയഡോ തൈറോയിനും. ടെട്രാ ആയതുകൊണ്ട് T4 എന്ന് പേരിട്ടു, ട്രൈ ആയതുകൊണ്ട് അതിനെ T3 എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. ഇനി നമ്മളുടെ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ്സിനകത്ത് അവർ നോർമലായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടൊരു സാധനമാണ് അയഡിൻ എന്ന് പറയുന്നത്. അയഡിൻ നല്ലപോലെ ഉണ്ടെങ്കിലാണ് നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പം അയഡിൻ നമുക്ക് കിട്ടുക സീ ഫുഡ് കഴിക്കുമ്പോഴും ഉപ്പിനകത്തൊക്കെയാണ്. അയഡൈസ്ഡ് സോൾട്ട് എന്നൊക്കെ കിട്ടത്തില്ലേ, അങ്ങനെയാണ് നമുക്ക് കിട്ടുക. പക്ഷേ ചില ആളുകളിൽ അയഡിൻ കുറഞ്ഞു പോകും. അയഡിൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ കൊണ്ടിട്ട് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യാനായിട്ട് അത് ശ്രമിക്കും, പക്ഷെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ആകെ നീര് വെക്കും. അത് നമ്മുടെ ഈ തൊണ്ടയുടെ ഭാഗത്ത് ഭയങ്കരമായിട്ട് നീര് വെച്ചേക്കുന്ന പോലെ തോന്നും. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ തൈറോയ്ഡ് കുറഞ്ഞു പോവാണ്, തൈറോയ്ഡ് ഗ്ലാൻഡിന് വർക്ക് ചെയ്യാൻ പറ്റാതെ തൈറോയ്ഡ് കുറഞ്ഞു പോവാണ്. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ഹൈപ്പോ തൈറോയിഡിസം ആണ്. പക്ഷേ ഇവിടെ നീരൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ അതിനെ സ്പെഷ്യൽ പേരിട്ട് വിളിക്കും, ഗോയിറ്റർ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, നമ്മൾക്ക് ഇതൊക്കെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അയഡൈസ്ഡ് സോൾട്ട് കൺസ്യൂം ചെയ്യുക. അത് മാത്രമല്ല സീ ഫുഡ്സ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് സീ ഫുഡ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഹൈപ്പോ തൈറോയിഡിസം ചില ആളുകൾക്ക് പ്രഗ്നൻസി പീരീഡിൽ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അമ്മേനെ മാത്രമല്ല കുഞ്ഞിനെ നല്ലപോലെ ബാധിക്കും. കുഞ്ഞിന് പ്രോപ്പറായിട്ട് വളരാൻ പറ്റത്തില്ല, കുഞ്ഞിൻ്റെ വളർച്ച മുരടിച്ചു പോകും. കുഞ്ഞുങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസം വരുമ്പോൾ അതിനെ നമ്മൾ ക്രെറ്റിനിസം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ക്രെറ്റിനിസം കുട്ടികളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ഇൻ്റലിജൻസ് കുറഞ്ഞു പോവുക, മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവുക, പിന്നെ അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റാതെയും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, സ്കിന്നിൻ്റെ ഒക്കെ ഒരു അബ്നോർമൽ കണ്ടീഷൻ എത്തുക, അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ആയിരിക്കും ക്രെറ്റിനിസം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ കാണാൻ പറ്റുക. ഇനി അത് മാത്രമല്ല, ഇതിപ്പോൾ കുഞ്ഞുങ്ങളുടെ കേസ്, അതല്ലാതെ പ്രഗ്നൻ്റ് അല്ലാത്ത ലേഡീസിലും ഈ പറഞ്ഞ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞ കണ്ടീഷൻ, തൈറോയ്ഡ് ഗ്ലാൻഡ് ഈ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞു പോകുന്ന കണ്ടീഷൻ ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഹാർഡ് ഫോർ ദം. അത് മാത്രമല്ല, അവരുടെ മെൻസ്ട്രൽ സൈക്കിളൊക്കെ ഇറഗുലറായി പോകാനും ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ ഹൈപ്പോ തൈറോയിഡിസം വഴിയായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൽ എന്തെങ്കിലും നോഡ്യൂൾസ് ഒക്കെ വന്നു കഴിഞ്ഞാലും തൈറോയ്ഡ് ഹോർമോൺസ് പ്രോപ്പറായിട്ട് സെക്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ എന്ത് പറ്റും, ചിലപ്പോൾ കുറഞ്ഞു പോകും, ചിലപ്പോൾ കൂടി വരും. എങ്ങാനും നമ്മളുടെ ശരീരത്തിൽ ഈ തൈറോയ്ഡ് ഹോർമോൺസ് കൂടി വന്നാൽ അതിന് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം വന്നു കഴിഞ്ഞാലും നമ്മളുടെ ഫിസിയോളജിനെ അത് നല്ലപോലെ എഫക്റ്റ് ചെയ്യും. നമ്മളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ, നമ്മളുടെ മൂഡ് സ്വിങ്സ്, ഇമോഷണൽ ഇംബാലൻസ്, ഇങ്ങനെയുള്ളതെല്ലാം ഹൈപ്പർ തൈറോയിഡിസം വഴിയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒന്ന് ഓർക്കുക, ഹൈപ്പർ തൈറോയിഡിസത്തിന് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് തന്നെയാണ് വിളിക്കുക. പക്ഷേ ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ അത് നീരുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഗോയിറ്ററാണ്, കുട്ടികളിൽ വരുന്നുണ്ടെങ്കിൽ ക്രെറ്റിനിസം ആണ്. അതല്ല ഹൈപ്പോ തൈറോയിഡിസം മുതിർന്ന ആളുകളിൽ വരികയാണെങ്കിൽ നമ്മൾ തന്നെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് വിളിക്കും, അല്ലെങ്കിൽ മിക്സഡിമ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കലുണ്ട്. പിടികിട്ടിയോ? യെസ്. ആൻഡ് ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ലൈക്ക് തൈറോയിഡിൻ്റെ അവസ്ഥകളൊക്കെ. ഇനി മറ്റൊരു അസുഖം എന്ന് പറയുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ തന്നെ മറ്റൊരു അവസ്ഥയാണത്. എന്ന് വെച്ചാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഭയങ്കരമായിട്ട് നീര് വയ്ക്കുന്നു. അത് നീര് വയ്ക്കുന്നത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാകെ മെലിഞ്ഞ് വെയിറ്റൊക്കെ ലൂസ് ചെയ്ത് കണ്ണെല്ലാം തുറിച്ച് നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഭയങ്കരമായിട്ട് കൂടി നമ്മൾ ഒരു മമ്മിഫൈഡ് രൂപത്തിലെത്തും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, എക്സ്ട്രാ തൈറോയിഡ് കാരണം നമുക്ക് ഉണ്ടാകുന്ന ഒരു വല്ലാത്ത അവസ്ഥ, അതിനെയാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് വിളിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡെഡ് ബോഡി കണക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും, മമ്മിഫൈഡ് ആയിട്ടുള്ളൊരു ഡെഡ് ബോഡി കണക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസത്തിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് വഹിക്കുന്ന ഹോർമോണാണ് ഈ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പോൾ തൈറോയിഡ് കുറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഗോയിറ്റർ സാധാരണ ഗോയിറ്റർ, കൂടി വരുമ്പോൾ ഉണ്ടാകുന്നതാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ നോർമൽ പേരെന്ന് പറയുന്നത് ഗ്രേവ്സ് ഡിസീസ് ആണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. യെസ്.
ആൻഡ് ഈ ഹോർമോൺസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ അസുഖങ്ങളെ കൂടാതെ ബ്ലഡ് സെൽസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ഹെമാറ്റോപോയസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് അതുപോലെയുള്ളതിൻ്റെയൊക്കെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മുടെ ശരീരത്തിലെ വെള്ളം, ഇലക്ട്രോലൈറ്റ്സിനെയൊക്കെ ബാലൻസിന് വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മളിപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ തൈറോയ്ഡ് ഗ്ലാൻഡ് മറ്റൊരു പ്രോട്ടീൻ ഹോർമോണിനെയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ടെട്രാ ഐഡോതൈറോയിഡിനും ട്രൈ ഐഡോതൈറോയിഡിനും കൂടാതെ മറ്റൊരു പ്രോട്ടീൻ ഹോർമോൺ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് തൈറോകാൽസിറ്റോണിൻ, TCT എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് കാൽസ്യം ലെവലുകൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈ തൈറോകാൽസിറ്റോണിന്, അല്ലെങ്കിൽ സാധാരണ കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞാലും മതി, അതിന് വലിയൊരു റോള് തന്നെ ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. പിടി കിട്ടിയോ? യെസ്. ഈ തൈറോകാൽസിറ്റോണിനെ പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ അത് തനിച്ച് പഠിക്കാൻ പറ്റത്തില്ല. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പുറകിലുള്ള ഒരു ഹോർമോൺ അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡാണ് പാരതൈറോയ്ഡ്. അതും ഇതുപോലെ കാൽസ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോർമോൺ തന്നെയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഈ കാൽസിറ്റോണിനും പാരതൈറോയിഡിൽ നിന്ന് ഉണ്ടാകുന്ന ഹോർമോണും കൂടെ നമ്മൾ ഒരുമിച്ചായിരിക്കും പഠിക്കേണ്ടായിരിക്കാം. പക്ഷേ ഇന്നില്ല, ഇന്ന് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 25 മിനിറ്റ്സിനടുത്ത് ഓൾറെഡി ഈ വീഡിയോ ആയിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് ലെങ്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കാൽസിറ്റോണിൻ്റെ ബാക്കി വിശേഷങ്ങളും ബാക്കി ഹോർമോൺസും ഗ്ലാൻഡ്സും ഒക്കെ നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോകളിലായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഇന്നപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് ഇസ് ഓൾ ക്ലിയർ വിത്ത് യു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അതർവൈസ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സോഷ്യൽ മീഡിയ IDസും അതുപോലെ മെയിൽ ID ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് വീഡിയോ ഇത്രയും നേരം കണ്ടതിനും കേട്ടതിനും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മൾ ഇനി അധികം വൈകിപ്പിക്കുന്നില്ല, എനിക്കാണെങ്കിൽ അധികം പറയാനുള്ള സമയമില്ല. ഷോർട്സിൻ്റെ കാര്യം മറക്കരുത്. ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് പ്രോപ്പറായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഐ തിങ്ക് ഷാഡോ ബാൻ എന്തോ ആണ് തോന്നുന്നു. ആൻഡ് അപ്പോൾ നിങ്ങളെല്ലാവരും സമയമുള്ളപ്പോൾ ഷോർട്സ് ഒക്കെ എടുത്തൊന്ന് കാണുക. എക്സാം ഉടനെ വരും. കേട്ടിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ കണ്ടല്ലോ അല്ലേ? അപ്പം അതുപോലെ എക്സാം ഉടനെ വരും. അപ്പോൾ അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, നല്ലപോലെ പഠിക്കുക. ആൻഡ് ഇനി നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് സമയം കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുകയാണ്. വി ആർ വൈൻഡിങ് അപ്പ് ദിസ് ഹിയർ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.